ലഞ്ച് കലായി നോക്കും. ക്യാരറ്റ് റൈസ്, ക്യാരറ്റ് ഡെക്കറേഷൻ എടുത്ത് വെച്ചിരുന്ന റായ്ത്ത, അതായത് കുക്കുംബർ അരിഞ്ഞിട്ടിട്ട്, പിന്നെ ഉള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ടിട്ട്, കുക്കുംബർ തൈര് കൂട്ടിയിട്ട് മാമ്പഴം ഇതാ മുറിച്ച് വെച്ചിരിക്കുന്നു. നല്ല ടേസ്റ്റിൻ്റെ മാമ്പഴത്തിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ്. ബേങ്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ ബേങ്കൻ സ്ലൈസസ് ആയി കട്ട് ചെയ്ത് അതിൽ മസാലകളൊക്കെ നിറച്ച് അത് കഴിഞ്ഞ് അത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഫിഷ് ഫ്രൈക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ലഞ്ച് 1/2 മണിക്കൂറിനുള്ളിൽ ആകാം. അപ്പോൾ ഈ ലഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അടുക്കളയിൽ കിച്ചണിൽ ഞാൻ പോകാൻ പോവാണ്. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ എല്ലാവരും കണ്ടോളൂ, ശ്രദ്ധിച്ചോളൂ. വളരെ ഈസി ആയിട്ട് യങ്സ്റ്റേഴ്സിനൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും. അത് പറയാം, അതാണ് നല്ലത്. ഇതെല്ലാം നോക്കൂ. അരി കുക്കറിലിട്ട് വെച്ചിരിക്കുന്നത് കഴുകി. ബേങ്കൻ വഴുതനങ്ങ കറ കളയാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് വാറ്റിയെടുത്ത് അത് അതിനെ അവിടെ വെക്കണം. അത് കഴിഞ്ഞ് ചീഞ്ചട്ടി കടായി അടുപ്പിൽ വെച്ചു. കുക്കർ അടച്ചു. കുക്കറിൽ ചോറ് അതിന് പാകാക്കാൻ വേണ്ടി, അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചു. 1 വിസിൽ വന്നാൽ ഓഫ് ചെയ്യണം കേട്ടോ. കടായി എടുത്തു. കടായിൽ എണ്ണ ഒഴിച്ചു. എണ്ണയിൽ എന്ത് ചെയ്തു വെച്ചിങ്ങനെ ഉഴുന്ന് പരിപ്പിട്ടു, കടലപ്പരിപ്പിട്ടു, കടുകിട്ട് മിളക്, കറിവേപ്പില എല്ലാം ഇട്ട് പൊട്ടി വറുത്തെടുക്കാം. ഇനി അത് പൊട്ടട്ടെ കേട്ടോ. പൊട്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയാം. അതിന് ഇഞ്ചി പച്ചമുളക് ഒക്കെ കുറേശ്ശെ ഇട്ടുള്ളൂ കേട്ടോ. ഇഞ്ചി പച്ചമുളകൊക്കെ ലാവിഷായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് നല്ലോണം ഇടാം. ഇഞ്ചി പച്ചമുളക് അധികമൊന്നും വേണ്ട. അതിൽ ലൈറ്റ് മസാലയേ ഉള്ളൂ ഇതിന്. പിന്നെ നെക്സ്റ്റ് ഇടാനുള്ളത് പച്ചമുളക് ഇട്ടു. ഇനി നെക്സ്റ്റ് വെളുത്തുള്ളി വേണമെങ്കിൽ 2 ഇട്ടു. ആവശ്യമുണ്ടെങ്കിൽ ഓപ്ഷൻസ് ഇടാൻ, വേണമെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പോലെ വെളുത്തുള്ളി ഇടാൻ. ഇഷ്ടമല്ലെങ്കിൽ വെളുത്തുള്ളി ഇടണ്ട. ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ. ചുവന്നുള്ളി ഇടണം. ക്യാരറ്റ് ഇടണം. ചുവന്നുള്ളി ഇട്ടു. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇളക്കണം. ആ പച്ചമണം, ക്യാരറ്റിൻ്റെ പച്ചമണം, ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റിൻ്റെ പച്ചമണം പോണ വരെ അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിലൊരു ലേശം ഉപ്പിടണം. ഇനിയിപ്പോൾ ചോറിന് ഉപ്പ് വേണ്ട, അത് കാരണം ഞാൻ മൊത്തത്തിൽ ഉപ്പിട്ടു കേട്ടോ. ഇനി ഉപ്പ് വീണ്ടും ഇടണ്ട. നല്ല പോലെ ഇളക്കും കേട്ടോ. കൈ ക്ഷീണിക്കണ്ട. തേങ്ങയിട്ട് നല്ല പോലെ ഇളക്കുക. തേങ്ങ സ്വാദ് കൂട്ടും. അത് കാരണം കൊണ്ടാണ് തേങ്ങ ഇടുന്നത്. അത് മാത്രമല്ല വളരെ ന്യൂട്രീഷ്യസ് ആണ്. മനുഷ്യന്മാർക്ക്, ഹ്യൂമൻ ബീയിങ്സിന് ഏറ്റവും ബെസ്റ്റാണ് നാളികേരം. അത് കാരണം കൊണ്ട് അവിടെ ബാങ്കൻ നോക്കുക. വഴുതനങ്ങ ഡ്രൈ ചെയ്ത് എടുത്തു, ഞാൻ കഴുകി എടുത്തു. അത് കഴിഞ്ഞ് അതിൽ ഉപ്പ്, മുളക് പൊടി, അതുപോലെ പെരുംജീരകപ്പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇത്തിരി വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് ബാങ്കൻ, ഒത്തിരി കുരുമുളക് പൊടി ചേർക്കണം, മറക്കരുത്. കുരുമുളക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല പോലെ ബാങ്കനിൽ തേച്ച് പിടിപ്പിച്ചു. മാരിനേറ്റ് ചെയ്ത് വെച്ചു ബാങ്കനെ കേട്ടോ. മാരിനേറ്റ് ചെയ്ത് വേണമെങ്കിൽ തൈര് ചേർക്കാട്ടോ. ഒരു ലേശം ഞാൻ ഒഴിച്ചിട്ടില്ല, ആവശ്യമില്ല. നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടെ നോക്കൂ, ചോറ് കാലായി. എത്ര എളുപ്പമാണ് ചോറ് കാലായത്. ഇനി എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ക്യാരറ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ശരി, ക്യാരറ്റ് റൈസ് തയ്യാറായി. അതിൽ ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഇനി അതിൽ ലെമൺ വേണമെങ്കിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഇതിലൊരു ബൗളിൽ ഒഴിച്ചിട്ട് ഞാൻ സെർവ് ചെയ്യാം കേട്ടോ. ഇനി മറ്റേ അടുപ്പിൽ ഫ്രൈങ് പാൻ വെച്ചു. ഒരു തുള്ളി എണ്ണ ഒഴിച്ചു. ബാങ്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. എല്ലാം എണ്ണ ചൂടായി ഇട്ടു. ഇതേപോലെ ഇടണം കേട്ടോ. നോക്കൂ, ഞാൻ കാണിച്ചിടും കേട്ടോ. ഇതുപോലെ എല്ലാം ഇട്ടു. ഒന്നിൻ്റെ മേലെ ഒന്നും ഇടരുത്. സ്ഥലം വേണം, അതുപോലെ ഇടാം. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുക. ക്യാരറ്റ് അല്ല, കുക്കുംബർ ഗ്രേറ്റ് ചെയ്തു. ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് കുക്കുംബർ, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തു. കുക്കുംബർ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ എന്ത് ചെയ്തു വെച്ചെങ്കിൽ ഒരു ബൗൾ എടുത്തു. അതിൽ കുറച്ച് പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, കുറച്ച് ഉള്ളി ഇട്ടു. ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇടുക. അതിട്ടിട്ട് അതിൽ യോഗട്ട് ഒഴിക്കുക, ഇളക്കുക. ഇത്തിരി ഉപ്പ് ഇടുക ആവശ്യത്തിന്. ഇത്തിരി കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാതെ അവനവൻ്റെ ഇഷ്ടം. നല്ല പോലെ ഇളക്കി കൊടുക്കുക. പച്ചമുളക് ഇട്ടു. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളൂ കേട്ടോ. താല്പര്യം അനുസരിച്ച്. ചിലപ്പോൾ ചിലവർ ഒന്നും ഇടാതെ സെർവ് ചെയ്യും, ഉള്ളി ഇടാതെ സെർവ് ചെയ്യും. ഞാൻ ഉള്ളി ഇട്ടു. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഉള്ളി ഇട്ടാൽ സ്വാദ് കൂടും കേട്ടോ. കുക്കുംബർ സലാഡ് തയ്യാറായി. റായ്ത്ത തയ്യാറായി കേട്ടോ. ചോറിന് വേണ്ട റായ്ത്ത തയ്യാറായി. ഇനി എന്താ, മാമ്പഴം എടുത്തു. മാങ്ങ കാശ് കൊടുത്ത് മേടിച്ചതാ കേട്ടോ. മാങ്ങയൊക്കെ കഴിഞ്ഞു. മാങ്ങ റിലയൻസ് മേടിച്ചാണ്. അത് മുറുക്കി അരിഞ്ഞു. അതിൽ ഉപ്പും മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. ഉഗ്ര ടേസ്റ്റുള്ള മാമ്പഴം. എത്ര ഡിഷസ് ആയി എന്ന് ആലോചിച്ചു. ബാങ്കൻ റെഡി ആയി. നോക്കൂ, ബാങ്കൻ നല്ല ടേസ്റ്റ് ആയി. ഹലോ, നോക്കൂ, ഇപ്പം നമ്മുടെ ലഞ്ച് ക്യാരറ്റ് റൈസ് ശരിയായി. ക്യാരറ്റ് റൈസിന് മോടി പിടിപ്പിക്കാനുള്ളതാണ്. അത് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ട് റായ്ത്ത, അതായത് യോഗട്ട്, പിന്നെ അതുപോലെ കുക്കുംബർ, ഇഞ്ചി, പച്ചമുളക്, സബോളൊക്കെ ഇട്ടുള്ള നല്ല റായ്ത്ത.
മാമ്പഴം എൻ്റെ ഫേവറേറ്റാണ്. ആ മാമ്പഴം കുറച്ച് ഉപ്പ് മുളക് ഒക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. അതിലൊക്കെ ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് അത്. ബേങ്കൻ ഫ്രൈ ചെറുനാരങ്ങ മുറിച്ച് ലെമൺ കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ക്യാരറ്റ് റൈസിൽ ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ഒഴിച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് വരും കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കാണാൻ ഇന്നത്തെ ലഞ്ച് കാലമായത് വെറും അരമണിക്കൂർ കണ്ട ഐറ്റംസൊക്കെ ഉണ്ടാക്കി. ഇതെല്ലാം ചെയ്ത് ഞാൻ തന്നെയാണ്, വേറെ ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടില്ല, എല്ലാം ചെയ്ത് വെച്ചു. അപ്പോൾ എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത്രമാത്രം എൻ്റെ റിക്വസ്റ്റ്.